ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് നോക്കിക്കേ, നല്ലൊരു കിടിലൻ മീൻകറി, നല്ല മുളകിട്ട പുളിയൊക്കെ പിടിച്ച നല്ല കിടുക്കാച്ചി കേരമീൻ കറിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ മീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 25 കഷ്ണം കേരമീൻ എടുത്തിട്ടുണ്ട്. എത്ര കിലോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ കഷ്ണം പറഞ്ഞാണ് മേടിച്ചത്. അതായത് എനിക്ക് ഇന്ന് ഇവിടെ ഒരു ചെറിയ പരിപാടിയുണ്ട്, അതിന് വേണ്ടി 25 കഷ്ണം പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ ഈ മീനിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഒക്കെ പെരട്ടി ഒരു 10-15 മിനിറ്റ് നേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ബാക്കി സാധനങ്ങളൊക്കെ ഇതിനുള്ളത് അരിഞ്ഞെടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് വേപ്പിലയിട്ട് മാറ്റി വെക്കാം. ചട്ടി അടപ്പ് വെച്ചു, എണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിക്കാം. ഉലുവ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. ഉലുവ ഇടുമ്പോൾ കറിക്ക് പ്രത്യേകമായ ഒരു ടേസ്റ്റാണ്. ഉലുവ നല്ലതുപോലെ പൊട്ടിത്തീരണം, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇടാവുള്ളൂ. ഉലുവ പൊട്ടിക്കഴിഞ്ഞു. ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് കുറച്ച്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ കുറച്ച് കടുകൊക്കെ ഇട്ടു. അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി ഐറ്റംസ് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനൊരു 7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇഞ്ചി കൂടി വരുമ്പോൾ, എന്ന് വെച്ചാൽ ഒരുപാട് കൂടാനല്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ, അതിൻ്റെ സ്മെല്ല് പുറത്ത് വരണം. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-12 കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി അരിഞ്ഞത്, കുറച്ച് വേപ്പില, പച്ചമുളകും കാന്താരിയും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി 7 എണ്ണം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കാന്താരി മുളകും, നിങ്ങളുടെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി അതെല്ലാം കൂടി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു പകുതി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സവാള കൂടി ചേർക്കുകയാണ്. ഇതങ്ങനെ എല്ലാവരും ചേർക്കുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ മീൻകറി വെക്കുമ്പോൾ കുറച്ച് സവാള, അതായത് 2 സ്പൂൺ അത്രയും മതി, നൈസായിട്ട് അരിഞ്ഞത്, അത്രയും കൂടി ഇട്ട്. അതെന്തിനാന്ന് വെച്ചാൽ കറിയിൽ ഞാനിതിന് തേങ്ങ അരയ്ക്കുന്നില്ല, തേങ്ങാപ്പാലില്ല. അപ്പം ഗ്രേവിക്കൊരല്പം തിക്കായിട്ടിരിക്കാൻ വേണ്ടി ഈ സവാള കുറച്ചിടുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇടുന്നതാണേ. പക്ഷെ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഇടുന്നത്. കറി നാളത്തേക്ക് വെക്കാനാണുള്ളതെങ്കിൽ തക്കാളി ഇടരുത്. തക്കാളിയൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കറി ചീത്തയായി പോവും. ഇത് ഇന്ന് തന്നെ തീർക്കാനുള്ളതായിട്ടോ. അതുകൊണ്ട് ഞാൻ തക്കാളി, അതുപോലെ മല്ലി, ഇതൊക്കെ കറിയെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ മല്ലിയും തക്കാളിയൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. തക്കാളി സവോളയൊക്കെ ഇടുമ്പോഴത്തേക്കാണ് കറിക്ക് നല്ല ഗ്രേവി ഉണ്ടാവുന്നത്, തിക്കായിട്ടുള്ള. അതൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ മൂത്ത് വരണം. നമ്മൾ കറി വെക്കുമ്പോൾ പൊടികളൊക്കെ ശരിക്കും മൂത്ത് കഴിഞ്ഞ് അടുത്ത ഓരോ പൊടികളും ഇടാവുള്ളൂ. പൊടികൾ മൂത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ആ കറിക്ക് പ്രത്യേകമായ ടേസ്റ്റും കറി ചീത്തയാകാതെ ഇരിക്കുന്നതും. അപ്പോൾ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കറി ഇന്ന് തന്നെ തീർന്നു പോകും. ഇത് കപ്പയുടെ കൂടെ കഴിക്കാനുള്ള കറിയാട്ടോ, ചോറിനും കഴിക്കാം. അപ്പം ഞാനിതിനകത്തേക്ക് എൻ്റെ ഇരിക്കുന്ന ഈ സ്പൂൺ കണ്ടോ, അതിന് 3 സ്പൂണാണ് ഇടുന്നത്. ഇത്രയും കഷ്ണം മീനുള്ളതല്ലേ. അപ്പോൾ മല്ലിപ്പൊടിയും ഒന്ന് നല്ലതുപോലെ മൂക്കട്ടെ. ഒരു മിനിറ്റെങ്കിലുമൊക്കെ ഇളക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ, തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുകയാണ്, ഒരു 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി ഇല്ലാത്തവർക്ക് കുരുമുളക് ചതച്ചിട്ടാലും മതി. എന്തായാലും കുരുമുളക് സ്കിപ്പ് ചെയ്യരുത്, കുരുമുളക് നിർബന്ധമായിട്ട് ഇടണം. ആ കുരുമുളക് ഒന്ന് ചെറുതായി ചൂടായി വരട്ടെ. ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമാണ് മുളക് പൊടി.
മുളക് പൊടി ഞാൻ 5 സ്പൂൺ ഇതിനിടുകയാണ് കേട്ടോ. ഈ മുളക് പൊടി കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല എരിവുമുണ്ട്, നല്ല ഭംഗിയുമാണ് കാണാൻ, കളറും ഉണ്ടാവും. അപ്പോൾ അതൊരു 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഇത്രയും മീനിന് അത് മതിയാവും. എന്ന് വെച്ചാൽ ഒത്തിരി വലിയ കഷ്ണമൊന്നുമല്ല, ചെറിയ പീസാണ്. അപ്പോൾ അതൊന്ന് ശരിക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ മുളക്. മുളകൊക്കെ നന്നായിട്ട് മൂത്ത മണമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും. കുറഞ്ഞ തീയിൽ വെച്ചുകൊണ്ട് തന്നെ 1 മിനിറ്റെങ്കിലും ഇട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുകയാണ്. അതായത് പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. നമ്മൾ മീൻകറി വെക്കുമ്പം ഒരു 1-2 മണിക്കൂർ മുന്നെയെങ്കിലും കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഞാനത് ഒഴിച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ളതാണ്. പിന്നെ അതിൽ നിന്ന് ഒരു കഷ്ണം പുളിയും കൂടെ എടുത്ത് അതിനകത്തേക്ക് ഇട്ട്. മീൻകറി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് 2 കഷ്ണം പുളിയൊക്കെ കണ്ടില്ലേ മീൻകറിയാണെന്ന് തോന്നത്തില്ല. അതിന് വേണ്ടി ഞാൻ 2 കഷ്ണം കുടംപുളിയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇടുകയാണ്. കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ. ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നോക്കിയാൽ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ? ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അതായത് അരപ്പും ഈ വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് മൂത്ത് വെന്ത് മുരിഞ്ഞ് വരണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് നോക്കുക. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് പോരാ, ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ പോവാണേ. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് മീൻ ഇട്ടിട്ട് നോക്കാം. മീനിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ, മീനൊക്കെ വെന്ത് ചുരുങ്ങി കഴിയുമ്പം വെള്ളം അതിൻ്റെ കുറച്ച് ഇറങ്ങും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അരപ്പ് കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ നമ്മളിത് പറ്റിച്ച് വരുമ്പോൾ മീനൊക്കെ കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും. ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ. ഹൈ ഫ്ലെയിമിലേക്ക് വെക്കണം. നന്നായി തിളച്ച് ഈ പുളിയും ഉപ്പും എല്ലാം കൂടി യോജിച്ച് കഴിഞ്ഞിട്ട് മീനിട്ട് കൊടുക്കാം. നോക്കിയാൽ നന്നായി തിളച്ച് എന്തൊരു കളർഫുള്ളാണല്ലേ കറി. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം തന്നെ ആ കുടംപുളിയുടെയും വേപ്പിലയുടെയൊക്കെ സ്മെല്ല് എന്താ ഒരു രസം. കുറച്ച് ഉപ്പൊന്ന് നോക്കിയിട്ട് മീനിടാം. മീനിടുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് എന്തായാലും ഇടേണ്ടി വരും. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഉപ്പ് കുറവായിരുന്നു, അതിവിടെ കാണിച്ചില്ല. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടാണ് മീനിടുന്നത്. ഇനി ഓരോ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. തീ കൂട്ടി തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ മീനും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കറക്റ്റാണ്. സമം നിന്നാൽ മതി വെള്ളം. ഇനി നമുക്കൊന്നൊരു ചെറിയ സ്പൂണോ എന്തെങ്കിലും കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി ഇതിനൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇതുപോലെ പതുക്കെ. പിന്നെ ഈ കേരമീൻ ആയതുകൊണ്ട് പിന്നെ അധികം പൊടിഞ്ഞൊന്നും പോവില്ല. വേറെ മീനൊക്കെയാണെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ പൊടിഞ്ഞൊക്കെ പോവും. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേകട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് തിളച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു. കഷ്ണത്തിലൊക്കെ മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ മഞ്ഞൾ പുരട്ടി വെച്ചുകൊണ്ട് തന്നെ മീനിന് ആ വൈറ്റ് കളർ ഒഴിവായി കിട്ടും. എപ്പോഴും നമ്മൾ ഏത് മീനും ഇച്ചിരി മഞ്ഞൾ പുരട്ടി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കറി വെക്കുമ്പം ആ ഒരു കളറ് നന്നായിട്ടിരിക്കും. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്, കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടി ഞാനൊരു 3 മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇനി ഒന്ന് വേവിക്കുകയാണ്. ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പുളിയൊക്കെ മീനിലൊന്ന് പിടിക്കട്ടെ. നമുക്ക് സാവധാനം എടുത്താൽ മതി. ഈ കറി ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ആ പുളിയൊക്കെ ഇറങ്ങി മീനെ പിടിച്ച് വരുന്നത് വരെ.
അപ്പോൾ ഇതിനെ ഞാനിത് മൂടി വെക്കുകയാണ് കുറച്ച് സമയം കൂടെ ഒന്ന് ചുറ്റിച്ചിട്ട്. ഇനി ഇത് ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. കറി ഇതാകാൻ ഞാൻ അവസാനമായിട്ട് കുറച്ച് സാധനം കൂടി ഇടുകയാണ്. അതായത് ഒരു മിനുക്ക് പണി. നമ്മൾ പണ്ടൊക്കെ കല്ലിൽ അരച്ച് കഴിഞ്ഞാൽ അവസാനം ഉള്ളിയൊക്കെ ചതച്ചിടത്തില്ലേ, അതുപോലെ ഇടികല്ലിൽ കുറച്ച് ഉള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക് എല്ലാം കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അതിനെ മൂടി വെക്കുകയാണ്. നമുക്കൊരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുള്ളൂ. നല്ല സൂപ്പർ കറിയാണ്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള കിടുക്കാച്ചി കറിയാട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് കറി വെച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.